പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. അപ്പോൾ താൻ അധികാരത്തിലെത്തിയാൽ 1 മണിക്കൂർ മതി ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ ഒരു ഫോക്കസ് മിഡിൽ ഈസ്റ്റിലാണ്. ഗസ എങ്ങനെ ഇങ്ങെടുക്കാം എന്ന പദ്ധതി നടപ്പാക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. റഷ്യയിൽ ഇടപെടാൻ, റഷ്യൻ യുദ്ധം പരിഹരിക്കാൻ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല എന്നൊരു തോന്നലുണ്ട്. ഇപ്പോൾ കേൾക്കുന്നു സൗദി അറേബ്യയിൽ വെച്ച് പുടിനും ട്രംപും കൂടെ കാണാൻ പോവുകയാണ്. യുദ്ധം തീരുമോ? യുദ്ധം തീരുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ട്രംപിന് ഇങ്ങനെ വലിയ വൈകാരികമായ ഒരു അപ്രോച്ച് ഒന്നിനോടുമില്ല. അദ്ദേഹം വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. ബൈഡനായിരുന്നപ്പോൾ ബൈഡന് വൈകാരികമായ ഒരു അടുപ്പം സെലൻസ്കിയോടും യുക്രൈനോടും ഒക്കെ ഉണ്ടായിരുന്നു. ട്രംപിന് അങ്ങനെയൊന്നുമില്ല. ട്രംപ് വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. പ്രായോഗികമായ പരിഹാരങ്ങൾ വേണം എന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പുതിയ കുറച്ച് പോളിസി വെച്ചിട്ടുണ്ട്. അതായത് ട്രംപിൻ്റെ ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിരുന്നു. അവിടെ ചെന്നിട്ട് ട്രംപിനെ കണ്ടു. പുടിനെ കണ്ടു. പുടിനുമായിട്ട് കുറച്ച് വളരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പല തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ചെയ്തു. മാർക്ക് ഫോഗൽ എന്ന് പറഞ്ഞൊരു US അമേരിക്കൻ അധ്യാപകൻ, അവിടെ ഹിസ്റ്ററി ടീച്ചർ അവിടെ ജയിലിലായിരുന്നു. അദ്ദേഹത്തെയും സ്വതന്ത്രനാക്കി വിട്ടയച്ചു. അങ്ങനെ നല്ല വാമത്തോടു കൂടിയാണ് അവർ പെരുമാറിയത്. കൂടാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സൗദി അറേബ്യയിൽ ഏതായാലും മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. അതുകൂടാതെ US-ൻ്റെ ഇപ്പോൾ പുറത്ത് പറയുന്ന പോളിസികളൊക്കെ ഇറ്റ് ഈസ് മ്യൂസിക് ടു പ്യൂട്ടിൻസ് ഇയേഴ്സ്. പ്യൂട്ടിന് വളരെ താല്പര്യം തോന്നാവുന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ബൈഡൻ പറഞ്ഞിരുന്ന പോലെയല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്റ്റോ മെമ്പർഷിപ്പിന് ഇപ്പോൾ യുക്രൈനെ പരിഗണിക്കുന്നില്ല അമേരിക്ക. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ നമുക്ക് ഈ യുക്രൈനെ കയറി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ പ്യൂട്ടിനോട് എല്ലാവർക്കും ദേഷ്യം തോന്നി. പക്ഷേ നേരത്തെ തന്നെ അതായത് ഒരു അൺറിട്ടൺ റൂൾ പോലെയുണ്ട്. ഈ റഷ്യയുടെ ചുറ്റുപാടും അല്ലെങ്കിൽ പരിസരത്ത് മറ്റുള്ളവർ കയറി ഇടപെടാനായിട്ട് റഷ്യ സമ്മതിക്കില്ല. ബ്രഷ്നേവ് ഡോക്ട്രിൻ എന്നാണ് അതിന് പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കയ്ക്കുണ്ട് മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയും. അമേരിക്കയുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ വേറെ ആൾക്കാർ വന്ന് പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. 1962 ക്യൂബയിൽ കൊണ്ടുപോയിട്ട് ക്രൂഷ്ചേവ് മിസൈൽ വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര മണിക്കൂറിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുന്നു ജോൺ എഫ് കെന്നഡി അൾട്ടിമേറ്റം കൊടുത്തായിരുന്നു. അതനുസരിച്ച് റഷ്യ അതെടുത്ത് മാറ്റുകയും ചെയ്തു. റഷ്യ അങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ക്രൂഷ്ചേവിൻ്റെ ധൈര്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ക്രൂഷ്ചേവ് അതോടുകൂടി അനഭിമതനാകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ ഈ വക സംഭവവികാസങ്ങളൊക്കെ റഷ്യയുടെയും അമേരിക്കയുടെയും ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ റഷ്യയോട് മുട്ടി ഒരുമി കിടക്കുന്ന യുക്രൈൻ നേറ്റോയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് പുടിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നും വിചാരിക്കാനില്ല. പക്ഷേ ആക്രമിച്ചപ്പോൾ നമുക്കൊക്കെ ഒരു വൈകാരികമായിട്ട് അതിനോട് റിയാക്ട് ചെയ്തു മാത്രം. അപ്പോൾ ഈ നേറ്റോ മെമ്പർഷിപ്പിന് ഉള്ള പദ്ധതി വിട്ടേക്കെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുടിന് സമാധാനമായി. കാരണം പുടിനോട് ആ ഇടയ്ക്ക് പലരും ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ കയറി പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ വെൻ നോബഡി എക്സ്പെക്റ്റഡ് ദാറ്റ് കയറി ഇങ്ങനെ ആക്രമിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുടിൻ പറഞ്ഞ മറുപടി ഇതാണ്: ഇപ്പോൾ ആക്രമിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേറ്റോയിൽ മെമ്പർഷിപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേറ്റോയിൽ ഒരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കാൻ പറ്റില്ല. കാരണം അപ്പം നേറ്റോയോടുള്ള യുദ്ധമായിട്ട് മാറും. അതുകൊണ്ട് നേറ്റോയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് കയറി അടിച്ചതാണ്. പക്ഷേ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ തീർക്കാമെന്ന് പറഞ്ഞതിനൊരു ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് വേറെ കേസ്. അപ്പോൾ ഈ നേറ്റോയിൽ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞത് തന്നെ പുടിന് വലിയ ആശ്വാസമാണ്. പിന്നെ വേറൊരു കാര്യം അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അവരുടെ ഹെഗ്സത്ത് എന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്, പീറ്റ് ഹെഗ്സത്ത്. അദ്ദേഹം ഈ കാര്യം ഓഫ് കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ നേറ്റോ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംശയത്തിനോ അർത്ഥശങ്കയ്ക്കോ ഇടയില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇനി ഇവരുടെ ഇടയിൽ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് പോലെ വേണമെങ്കിൽ തന്നെ അത് യൂറോപ്യൻ ട്രൂപ്സ് മതി. അമേരിക്കയുടെ ട്രൂപ്സ് അവിടെ ഉണ്ടാവില്ല. അവിടെ നിൽക്കുന്ന ട്രൂപ്സ് യൂറോപ്പിനോ നോൺ യൂറോപ്പിനോ ആയിക്കോട്ടെ, പക്ഷേ നേറ്റോ എന്നുള്ള പേരിൽ അവിടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ട്രൂപ്സിനെ നിർത്തില്ല. അതും റഷ്യയ്ക്ക് വളരെ താല്പര്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ഹെഗ്സത്ത്, അതായത് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ pre-2014 ബൗണ്ടറി അത് വീണ്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് അല്ല. അപ്പോൾ 2014 ആ കാലഘട്ടത്തിലാണെന്നാണോ അവരുടെ ക്രൈമിയ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവിടെ നിന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് ആ കണ്ടീഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതിനെപ്പറ്റി നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിച്ചാൽ മതി. പിന്നെ ഓഫ് കോഴ്സ് അത് റഷ്യയ്ക്ക് അതൊക്കെ വലിയ താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും അവർക്കൊരു തർക്കം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പുടിന് നിർബന്ധമുള്ള വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ യുക്രൈൻ പിടിച്ചെടുത്തിട്ടുണ്ട്, കേർസ്ക് റീജൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കേർസ്ക് റീജൻ വെച്ച് മാറാനായിട്ടുള്ള താല്പര്യം പറഞ്ഞാൽ അത് നടക്കില്ല. അതായത് ഞങ്ങളുടെ ടെറിട്ടറി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അപ്പോൾ അവരൊരു സൂപ്പർ പവറാണ്, അവർ ആ വഴിക്കൊന്നും തയ്യാറൊന്നുമല്ല. കേർസ്ക് റീജൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, അതിന് പകരം കുറച്ച് സ്ഥലം ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്വാപ്പ്, പരസ്പരം വെച്ച് മാറുന്ന ഏർപ്പാടും പറ്റില്ല. അത് കേർസ്ക് റീജൻ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ട്രംപിന് വലിയ പ്രശ്നമൊന്നുമില്ല. ട്രംപ് പറയുന്നത് അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. പിന്നെ ഇങ്ങനെ സെലൻസ്കി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, എന്ത് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും ഈ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റോ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ US ഇൻവോൾവ്മെൻറ്റ് കൂടി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. US അതിൽ ഇടപെടണം, USും അതിലൊരു പാർട്ടി ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോട് വലിയ തർക്കമൊന്നും ആരും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ ട്രംപും പുടിനും കൂടി അവിടെ സൗദി അറേബ്യയിൽ മീറ്റിംഗ് നടത്താൻ പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ട്രംപിൻ്റെ ആൾ ഉടനെ തന്നെ സെലൻസ്കിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സെലൻസ്കിയുമായിട്ട് ചർച്ച ചെയ്ത് സെലൻസ്കിയുടെ താല്പര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ഇനി അദ്ദേഹത്തിൻ്റെയും കൂടി താല്പര്യങ്ങൾ, ഇപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ സെലൻസ്കിക്ക് അറിയാം, സെലൻസ്കിയുടെ അടുത്തേക്ക് വീണ്ടും വിടുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു യോജിപ്പിലേക്ക് കൊണ്ടുവരാവുന്ന സാഹചര്യമാണ്. കാരണം പുടിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഇഷ്ടമാണ്, ട്രംപിന് പുടിനെയും വലിയ വിരോധമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ പിന്നെ ട്രംപെല്ലാം വൈകാരികമൊക്കെ വിട്ടിട്ട് വളരെ റിയലിസ്റ്റിക്കായിട്ട് മാറ്റർ ഓഫ് ഫാക്റ്റായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതെല്ലാം ഇവർക്ക് പുടിനാണെങ്കിലും വലിയ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിന് ഇപ്പോൾ വലിയ തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അല്ല, സമാധാനം എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ സമാധാനത്തിന് വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഗസയിൽ സമാധാനം വേണം എന്ന് പറയുന്നു. ഗസയിൽ സമാധാനം വേണമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും ഏതാണ്ട് ഈ പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ യുക്രൈനെ അങ്ങ് വിടുകയാണ്. പഴയ പോലെ ഇനി യുക്രൈൻ വേണ്ട, അതിനുവേണ്ടി വ്യയം ചെയ്യാനില്ല എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ട്രംപിൻ്റെ താല്പര്യം, ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ട്രംപിൻ്റെ താല്പര്യം എന്താ? ട്രംപ് വേറൊരു കാര്യം കൂടി, അല്ല ഇപ്പോൾ ഈ യുദ്ധം റിസൾട്ട്സ് ഇൻ ബ്ലഡ് ഷെഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് വേറെ ഇപ്പോൾ ഈ ഗ്യാസയുടെ കാര്യം പറഞ്ഞോണം വേറൊരു വർത്തമാനം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയ്ക്ക് ഏകദേശം 500 ബില്യൺ വരെയൊക്കെ ചിലവായി, അതുകൊണ്ട് നിങ്ങളുടെ റെയർ എർട്സ് ഉണ്ട്, അത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവഴി റെയർ എർട്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു പ്രത്യേകതയാണ്, അവരെന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുടെ കൂലി വേണം. പിന്നെ അതൊരു റിഫ്ലക്ഷൻ. ഇപ്പോൾ അല്ല, അത് നാറ്റോയുടെ കാര്യത്തിൽ തന്നെ ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നാറ്റോ എന്ന് പറഞ്ഞ് കുറേ 10-30 രാജ്യങ്ങളുണ്ട്, 31 വരെ മറ്റോ ഉണ്ട്. ഞങ്ങൾ ഇതിനു വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആ പരിപാടി പറ്റൂല. നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതിന് പ്രീമിയം അടക്കണം. ഇത് പ്രീമിയം ഇല്ല. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അമേരിക്ക കയറി അടിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കവലച്ചട്ടമ്പി ആവണോ? അതിന് നിങ്ങൾ പ്രീമിയം പോലെ എനിക്ക് കാശ് തരണം. അതെ. അപ്പോൾ അമേരിക്കയ്ക്ക് കവലച്ചട്ടമ്പിയാവാൻ പോകുമ്പോൾ അമേരിക്കയ്ക്ക് അടി കിട്ടും, അമേരിക്കയുടെ ആരോഗ്യം പോകും. അതെ. അപ്പോൾ എല്ലാ കാര്യത്തിലും അമേരിക്ക കൊണ്ടുപോയിട്ട് പണം ചിലവാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ UN ഉണ്ടല്ലോ, UN വേറൊരു സംഘടനയല്ലേ, അവരുടെ WHO, യുനെസ്കോ, അതേപോലെ UNRWA, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഘടനകളുണ്ടല്ലോ. ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പലതരം ആൾക്കാരും നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അതെ അതെ. ഈ ഹമാസിന് വേണ്ടിയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിൽ വരെ UN ആൾക്കാരുണ്ടെന്ന്. അതെ അതെ. അല്ല, ചില ബന്ധുക്കളെ സൂക്ഷിച്ചിരുന്നത് UNRWA ഓഫീസിലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ UN ആൾക്കാരെ വരെ അടിക്കാനായിട്ട് ഇസ്രായേൽ നിർബന്ധിതരാകും. അപ്പോൾ ആൾക്കാരെ കൂടി വലിയ ബഹളം ഉണ്ടാക്കും. അപ്പോഴേക്കും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അറസ്റ്റ് വാറണ്ട് ഇറക്കും. ഈ അറസ്റ്റ് വാറണ്ട് ഇറക്കുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഈ ഓർഡർ ഇറക്കിയിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കരീം ഖാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാനിയാണ്. അല്ല, അതിനകത്ത് വലിയ തമാശയുണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ വേറെയാണ്. അത് പിന്നെ എല്ലാ മിക്കവാറും രാജ്യങ്ങളും അംഗീകരിച്ചു. ഇത് അമേരിക്കയും ഇസ്രായേലും ഒന്നും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ മെമ്പറല്ല. ഇവര് ഇതുപോലെ പുടിനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചു. ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ മെമ്പറായ ഏത് രാജ്യത്ത് വന്നാലും അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു തെറ്റൂര്. പക്ഷെ മംഗോളിയ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് പുടിൻ പോയി. മംഗോളിയ മെമ്പറാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ. മംഗോളിയ പറഞ്ഞ ഓർഡറൊക്കെ ഇവിടെ ഇരിക്കും, പുടിൻ ഇവിടെ വന്നാൽ ഞങ്ങൾ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കും എന്ന് പറഞ്ഞ് രാജകീയമായി സ്വീകരിച്ച് അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സംസാരിച്ച് ചില ട്രീറ്റിയൊക്കെ ഒപ്പുവെച്ച് കരാറൊക്കെ ഒപ്പുവെച്ച് അദ്ദേഹം മടങ്ങി. അത്രയേ ഉള്ളൂ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അതിപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ആയാലും അമേരിക്കയിലൊക്കെ പോയല്ലോ. ഈ പറഞ്ഞ അദ്ദേഹത്തിന് അമേരിക്ക മെമ്പറല്ല, ICC മെമ്പറാണ്. മംഗോളിയ മെമ്പറാണ്. മംഗോളിയ മെമ്പറാണ്.
അതാണ് ഏതായാലും യുദ്ധം തീരുന്നു എന്നുണ്ടെങ്കിൽ തീരട്ടെ, അതുകൊണ്ട് ട്രംപിന് ഗുണമുണ്ടാവുന്നുണ്ടെങ്കിലും ഉണ്ടാവും. അതെ അതെ, റെയർസ് ഒക്കെ ഉപയോഗിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.